അപ്പം ഇന്ന് ഞാൻ എൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ ഹൗസ് വാമിംഗ് ആയിട്ട്, അപ്പോൾ നാളെയാണ് ഹൗസ് വാമിങ്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന് കല്യാണം ഇപ്പോൾ 13-ാം തീയതി ആണ് നാളെ. അപ്പോൾ ഏട്ടൻ്റെ ഹൗസ് വാമിയാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയോക്കട്ടെ. അപ്പോൾ അവിടുത്തെ ഓരോരോ വിശേഷങ്ങളും വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടത്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ്, അപ്പുറത്തുള്ള വഴിയാണ് ഏട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി. കൂടുതൽ ഓടാനൊന്നുമില്ല, അതിനത്രയും ദൂരമൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ അവിടെ തേങ്ങ പൊളിക്കാനുള്ള ഒരു പണി കിട്ടി ചെറുതായിട്ട്. അതിനത്രയൊന്നുമില്ല, പണിയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവിടെ എല്ലാവരും ചെയ്തിരിക്കുന്നപ്പോൾ ഞാൻ വാങ്ങി ചെയ്തോളാറുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് നമ്മുടെ വീട്ടിന് കിട്ടിയ പാത്രങ്ങളും ഏട്ടൻ വാങ്ങിയാണ്, വീടിനും വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൂടിയായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നല്ലൊരു മഴ, ഇത് പെരും മഴ, നല്ല മഴ ചെയ്ത് തരാ. ചോർന്ന് ഞാൻ അവിടെ അകത്തെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എൻ്റെ കുട്ടികളൊക്കെ കൂടി, ചെറുപ്പക്കാർ കുട്ടികളായിട്ടും എല്ലാവരും അവിടെ ഫോണിൽ നോക്കിയിരിക്കട്ടെ. ഒരു കുട്ടികൾ പോലെ കുറച്ച് കുട്ടികളുണ്ട്, പിന്നെ അവിടെ അകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ മക്കളാണ്, അവർ നല്ല ഉഷാറായിട്ട് ഡാൻസ് കളിക്കാനും ഇതൊക്കെ പ്രാക്ടീസാണ്. കല്യാണത്തിന് വേണ്ടിയിട്ട്, ഏട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡാൻസ് കളിക്കേണ്ടത്. ഒരു 4-5 കുട്ടികൾ 3-4 ടൈപ്പ് ഡാൻസൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് തലേദിവസത്തെ പരിപാടിക്ക്. അപ്പോൾ അങ്ങനത്തെ പരിപാടി കേട്ടോ. അപ്പോൾ ആ ഡാൻസിൻ്റെ ഇടയിൽ കൂടി ആദ്യമോ ഓരോന്നും എറിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പന്തൽപ്പണിയും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തന്നെ. ഇത് നമ്മളെ ഏട്ടനാട്ടോ, കുഞ്ഞിട്ടനായിട്ട് എന്താ പറയുക, ആൾ ഇവിടെ ഓട്ടോയിലും പിന്നെ എല്ലാ പണിക്കും പോകുന്ന ആളാണ്, എൻ്റെ കൽപ്പണിക്കൊക്കെ പോകുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ കുട്ടികൾ, നമ്മൾ മോനൂസ്, ആദ്യമോൻ്റെ കൂട്ടുകാരൻ മോനൂസ്, അനൈ, ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മറ്റേ അമ്മു അവിടെ മാങ്ങ നന്നാക്കിക്കൊണ്ടിരിക്കട്ടോ, അച്ചാറിനുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കിച്ചണിൽ ചെന്നപ്പോൾ നാളെ സാമ്പാറിക്കുള്ള തേങ്ങ ഇതാക്കാനുള്ള ഇതൊക്കെ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ പരിപാടികളാണ് അവിടെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയാപ്പിളയും നമ്മുടെ വീടിൻ്റെ ഗ്രഹനാഥനും കൂടി ആയിട്ടുള്ള ആളാട്ടത്. ഇത് ബാവുട്ടേട്ടൻ തേങ്ങയിടലാണ് പരിപാടി. ഏട്ടനാട്ടാ, വലിയച്ഛൻ്റെ മോനാണ്, മൂപ്പരെ നേരെ ഏട്ടനായിട്ടതിൽ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ഈ കൊട്ടത്താളത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ. ഇത് പിന്നെ നമ്മളെ പഴയ വലിയച്ഛൻ്റെ സ്ഥലമാണ്, കോറിയാണ്, വെട്ടി ഇതായാണ് നിരത്തിയ സ്ഥലമാണ്, വീട് വയ്ക്കാൻ ഇതിനൊക്കെ ആയിട്ട്. അങ്ങനത്തെ സ്ഥലമാണ്. ഏട്ടൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന വ്യൂ അതാണ് കേട്ടോ, താഴ്ചയാണ് കുറച്ച്. പിന്നെ വീട് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാട്ടോ. ഒരു 2 റൂമും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഒതുക്കുള്ള നല്ല സൂപ്പർ വീടാട്ടോ. നമുക്കിഷ്ടപ്പെട്ട്, ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു വീട് തന്നെയാണ്. നമുക്ക് ആഗ്രഹിച്ച് എന്തായാലും നടക്കും എന്തായാലും. അപ്പോൾ വീട് ഏതായാലും സൂപ്പറായിട്ടാണ്. നമ്മളെ മെയിൻ ഡോറൊക്കെ തന്നെ, ഡോറിന് നല്ല രസമുണ്ട് കാണാൻ. ഡോറ് അതേമാതിരി വാഷ് ബേസിനോട് കൂടി ഒരു പ്രത്യേകതരം ഒരു വാഷ് ബേസിന് തന്നെ ഒരു നല്ലൊരു ഇതുണ്ട് കേട്ടോ, ഗ്ലാസ് കാര്യങ്ങൾ ഒക്കെ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കർട്ടൻ, ജനലിനൊക്കെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസിൻ്റെ ടോപ്പിലും വരുന്നുണ്ട് കേട്ടോ ലൈറ്റ്, നല്ല സൂപ്പറായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവരൊക്കെ ഒരു 10-10 ലെവലിലുള്ള റൂമുകളാട്ടോ ഒക്കെ വരുന്നത്. 10-10 അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കൂടി കൂടുതൽ എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടില്ലെങ്കിൽ നോർമൽ ബാത്റൂമുകളൊക്കെ കേട്ടോ, ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത വർക്കൊക്കെ നല്ല കിഡുമായിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും പറയാനില്ല, നെഗറ്റീവായിട്ടൊന്നും പറയില്ല, അത്രയ്ക്ക് ബെറ്ററായി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലല്ലേ വീടുണ്ടാവുള്ളൂ, ആഗ്രഹങ്ങളെപ്പോഴും സാധിക്കാനുള്ളതല്ല, ഒരിക്കലല്ലേ ചെയ്യുള്ളൂ. ഇത് നമ്മളെ കിച്ചണിലാട്ടോ. കിച്ചണിൽ നമ്മളെ പൈപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ ഏട്ടൻ്റെ മക്കൾ. അങ്ങനെ പുറത്ത് ആദ്യമോനും ടീം പാട്ടൊക്കെ പാടാന്നുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുക കേട്ടോ. നോക്കാം നമുക്ക് പാടുമെന്നുള്ളത്. ഓരവിടെ ഇരിക്കുക, അവിടെ ഇരിക്കാതെ നിർത്താവോ, പാടിക്കോട്ടെ. ഇതൊക്കെ പന്തൽ സാധനങ്ങളായിട്ട് വന്നിട്ട് ടേബിള്, പിന്നെ ചെയറ്, ടേബിളിൻ്റെ കാലൊക്കെ കൂടിയിട്ട് വന്നിട്ട് അങ്ങനെ ആദ്യമൊരു ടീംസ് ആ കൂട്ടത്തിൽ അവിടെ പാട്ടൊക്കെ പാടി എന്തൊക്കെയോ പരിപാടി ഉണ്ട്. കസേരമ്മ കുട്ടികാണ്ട് എന്താ ഗെയിമോ എന്തൊക്കെയോ ചെയ്യാനുള്ള പരിപാടികളുണ്ട് കേട്ടോ. അവരുടെ ടീംസ് നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണെന്നില്ല. അതിലെടുക്കാൻ ഏട്ടൻ സോഫ സെറ്റും കൊണ്ടുവന്ന്, വിനേശേട്ടൻ ഗ്ലാസ് ടേബിളൊക്കെ കൊണ്ട് ഞങ്ങൾ ഒതുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കട്ടൻ ചായയും മിച്ചറും കഴിച്ച് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ആദ്യം രാവിലെ തന്നെ ഞാൻ, അമ്മു, അമ്മ, ആദ്യമോന്, ഞങ്ങൾ 3-4 കൂടി അവിടെ എത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവർ വീട് മൊത്തം പ്രദക്ഷിണം വെക്കലും ചുറ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതൊരു പുതിയൊരു വീടാണ്, നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന വീട്ടിൽ നമ്മൾ ആ വീട് മൊത്തം വലം വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ആ വീട്ടിലോട്ട് അകത്തോട്ട് കയറുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറില്ല കേട്ടോ നമ്മളതിൽ. അപ്പോൾ അല്ലാതെ എന്നുണ്ടെങ്കിൽ നമ്മളെന്താണോ നമ്മൾ നല്ലൊരു ഐശ്വര്യത്തോടു കൂടി ചെയ്യണം, അതാണ് നമ്മൾ ഈ ഒരു ഉദ്ദേശം വലം വെച്ച് കയറേണ്ടത്. അങ്ങനെ നമ്മൾ വീടൊക്കെ വലം വെച്ച് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള, അപ്പോൾ നമ്മളെ ഗ്രഹനാഥനായ ഏട്ടനായ വീടിൻ്റെ ഉള്ളിലേക്ക് നേരെ ഡോറ് തുറന്നു. നല്ല ഐശ്വര്യമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ പുതുതായിട്ട് നമ്മൾ വീട്ടിലേക്ക് കാല് വെച്ച് കയറിയിട്ടാണ്. അപ്പം നമ്മൾ ഗൃഹപ്രവേശനം സെറ്റായിട്ടാണ്. അത് കഴിഞ്ഞു. അതിലിടയ്ക്ക് എല്ലാവരും കയറി അകത്തേക്ക്, എല്ലാവരും കിണ്ടിയും വിളക്കും നിലവിളക്കും എല്ലായിടത്തും നല്ല ഇത് ശുദ്ധിയോടുകൂടി നല്ല സെറ്റായിട്ടാണ് എല്ലാവരും കയറിയത് കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയിട്ടാണ്. നമ്മൾ എല്ലാവരും ഉണ്ട്, അടുത്തുള്ള കുടുംബക്കാരും പിന്നെ വീട്ടുകാരും പെങ്ങന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അളിയന്മാരും എല്ലാവരും സെറ്റായിട്ട് എത്തി. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. ഞങ്ങൾ എത്തി നേരെ
അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ വന്നപ്പോഴേക്കിനും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റായിട്ടാണ് അവിടെ ഇരിക്കേണ്ടത് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് വിളക്ക് കെട്ടിട്ടില്ല, നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. 3 നല്ല വിളക്കുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ടൈൽസമ്മൽ എന്തൊക്കെ ഇട്ടിട്ടാണ് ഇതായി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇട്ടണില്ല ഒന്നുമില്ല. പിന്നെ നമ്മളെ ചടങ്ങ് എന്താ വെച്ചാൽ പാല് കാച്ചലാണ്. ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗൃഹപ്രവേശനം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളത് പാല് കാച്ചൽ. അങ്ങനെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് ഏടത്തി പുതിയ അടുപ്പല്ലേ, പുതിയ അടുപ്പ് പൊതുവെ ഒന്ന് കത്തി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പഴയ അടുപ്പ് അല്ലല്ലോ, യൂസ് ചെയ്തുകൊണ്ട് നിൽക്കണമെങ്കിൽ അത്ര പ്രശ്നം വരില്ല കേട്ടോ. എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മളെ ഏട്ടന്മാരും ഏടത്തിയമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മ ഉണ്ട്, വൈഫുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ അടുപ്പ് കുറേ പുതിയ അടുപ്പാകുമ്പോൾ കത്തി കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയുണ്ട്, പാലൊഴിക്കുന്ന ഏട്ടത്തിയമ്മയാണ് പാലൊഴിക്കേണ്ടത്. അങ്ങനെ പുതിയ അടുപ്പ് കത്തി കിട്ടാൻ വലിയ പ്രയാസമായതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ കത്തി ഇങ്ങനെ പിന്നെയും കിടങ്ങും പിന്നെയും കത്തും, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഈ അടുപ്പിലുള്ള ഫസ്റ്റത്തെ പുക അങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ അടുപ്പ് സെറ്റായി, പിന്നെ യൂസിങ്ങിന് സൂപ്പറായിട്ടാണ്. അങ്ങനെ നമ്മൾ പാല് കാച്ചൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാല് കാച്ചൽ തുടങ്ങി ഇതായിട്ടുള്ളൂ. കാരണം വിറകും കാര്യങ്ങളും ഓലക്കൊടിയും വിറകൊന്നും വെക്കാണ്ട് ഓലക്കൊടിയും ഇതൊക്കെയല്ലേ കാര്യം. അപ്പോൾ ഏടത്തിയമ്മത വിറക് ഓലക്കൊടിയിട്ട് വന്നു. ഓലക്കൊടി വന്നതിൻ്റെ ശേഷം ഇതാ വെച്ച് കത്തിച്ചിട്ടോ. പേപ്പറൊക്കെ ഇടുന്നുണ്ട്. പേപ്പറൊക്കെ ഇട്ട് കുറേ പോയി പുക പോയി കഴിഞ്ഞാൽ അകത്ത് പുക വിടണില്ല. കാരണം പുക എങ്ങനെ നോക്കിയാൽ ഈ അടുപ്പ് ഇത് നമ്മൾ ഉപയോഗിക്കൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ചെറിയ പാത്രമല്ല വെക്കൽ പാല് കാച്ചാൻ, വലിയ പാത്രമൊന്നുമല്ല. അങ്ങനെ മറ്റേ അടുപ്പിൻ്റെയും കൂടി ഹോൾഡർ ദിമ്മ വെച്ചിട്ടാണ് വെച്ചത്. നിലവിളക്കൊക്കെ ഉണ്ട് ഇവിടെ പാല് കാച്ചലിൻ്റെ അടുത്തായിട്ട്. നല്ല പുക ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുറത്തേക്ക് പുക പോയി കിട്ടണില്ല കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങണം. വീടിൻ്റെ ഉള്ളിൽ മൊത്തം പുക ഇങ്ങനെ അടുപ്പൊന്നാണ്ട് സിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ പാല് കാച്ചൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാല് തിളയ്ക്കാനുള്ള സമയമാണ് ഭയങ്കര താമസം. ഒരുപാട് നേരം വെച്ചിട്ടാണ് പാല് തിളച്ച് കിട്ടുക. ഇതാണ് മൂത്ത ഏട്ടൻ്റെ ഭാര്യയാണ് ഏടത്തിയമ്മ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഷെയറായിട്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയ്ക്കപ്പുറം ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നു. എല്ലാവരും നല്ല ഹാപ്പിയായി. കുറച്ച് സമയം എടുത്തിന് കേട്ടോ, ഒരുപാട് സമയം എടുത്തിന്, പെട്ടെന്നൊന്നും തിളച്ചില്ല കേട്ടോ. അങ്ങനെ പാല് തിളച്ചൂറ്റി മറിഞ്ഞിട്ടാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ചൊരു അരി ഇടും. നമ്മളെ ഉണങ്ങല്ലരി എന്ന് പറയും, നമ്മുടെ ഈ നെല്ലുത്തേരി, അങ്ങനത്തെ അരിയും കുറച്ചിടും. പിന്നെ പഞ്ചസാരയാണ് കേട്ടോ കുറച്ചിടൽ. അല്ല കൂടുതലായിട്ടൊന്നുമില്ല, ഇങ്ങനെ ഈ പാല് തിളക്കലുണ്ടാകുമ്പോൾ. അങ്ങനെ പാലൊക്കെ തിളച്ച് നല്ല ഭംഗിയോടുകൂടി സെറ്റായിട്ട് പാല് തിളച്ച് കഴിഞ്ഞു. എല്ലാവരും എത്തിയിട്ട് എല്ലാവരും ഉണ്ട്, ആരും ഇല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. പിന്നെ ഇപ്പോൾ പിന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാട്ടോ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഏട്ടൻ്റെ റൂമിൽ നല്ല ബോക്സല്ല നോർമൽ ടൈപ്പ് കട്ടിൽ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കർട്ടനൊക്കെ നല്ല സെറ്റാണ്. അതിലിടയ്ക്ക് അളിയന്മാരൊക്കെ കൂടി ഇപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞ സ്ഥലം ഒന്ന് വൃത്തിയാക്കാച്ചിട്ട് ടൈൽസും വന്ന ഇഷ്ടികയും വേസ്റ്റും മൊത്തത്തിൽ പൂവും മറ്റേ കളം വരച്ചതൊക്കെ കൂടി ഒന്ന് ഹോമത്തിനുള്ള വെണ്ണീറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേന് കേട്ടോ. പിന്നെ അതിലിടയ്ക്ക് കുഞ്ഞിട്ടാണ്ട് വന്ന് ചവിട്ടിയൊക്കെ സെറ്റാക്കി വെച്ച് റെഡിയാക്കി കിട്ടിട്ടാ. ഇതിൻ്റെ നേരെ വല്യച്ഛനാണ് ഇരിക്കേണ്ടത്, ഹോട്ടലാണ്. പിന്നെ അച്ഛനുണ്ട്, പിന്നെ അത് ഏട്ടന്മാരൊക്കെ ഉണ്ട്, മേലെ അപ്പുറത്തെ വീട്ടിലത്തെ ഏട്ടന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഷീചേച്ചിയുടെ ഉണ്ണി അത് പഴയ നിലക്കണയും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ പോകുന്നുണ്ടാ. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ കൂടി എല്ലാവരും ഉണ്ട്. അടുത്ത് നമ്മൾ അനിയനാണ്, അന്തർപ്പാടിനെ വല്ലാതെ ആരും വല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ മൊത്തത്തിൽ വൃത്തിയാക്കാൻ അവിടെ കുട്ടനുണ്ട്, പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഏട്ടന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി നല്ല സെറ്റപ്പായിട്ടാണ് ടേബിൾ ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേട്ടോ. രാവിലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മളെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചായ കൂടിയില്ല മെയിൻ. ചായ കുടിക്കുക എന്നുള്ള ലെവലിൽ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ മൊത്തത്തിൽ റെഡിയാക്കുന്നത് കേട്ടോ. ചോറിന് വെച്ചിട്ടുള്ളതായിട്ടില്ല. ചോറിന് വെച്ചിട്ട് എന്തായാലും 1 മണി 2 മണി ആവാതെ ചോറിൻ്റെ പരിപാടിക്കൊന്നും ഇറങ്ങൂല കേട്ടോ ആരും. പിന്നെ ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ തന്നെയല്ല ഉണ്ടാക്കുന്നത്, ഒന്നും പുറത്തുനിന്ന് ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, നമ്മളെ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ തൊട്ടടുത്തുള്ള ആ വീട്ടിൽ അവിടെ പരിസരത്തുള്ളത്. ഇതിൻ്റെ ചെങ്കാട്ടാ സന്തോഷമായിട്ട് എനിക്ക് പാല് കാച്ചയിൽപ്പെട്ട പാല് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആർക്കും ആയി കൂടുതലൊന്നുമില്ല, കാരണം എല്ലാവർക്കും അത്രയേ കൊടുത്താലല്ലേ എല്ലാവർക്കും എത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും അവിടെ വന്നവർക്ക് എല്ലാവർക്കും കൊടുത്തു. ആദ്യമോനും ഞാൻ കൊടുത്തു. ആദ്യമോനും കുടിച്ചിട്ട് ആദ്യമോന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ, കാരണം ചെറിയ മധുരട്ട പാലല്ലേ. കാരണം അവനെ പിന്നെയും ചോദിക്കും, പൊതുവേ അവന് പാലിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അങ്ങനെ അത്ര കൊടുത്ത് ഇതൊക്കെ കഴിഞ്ഞിരിക്കെ നമ്മൾ സോഫ സെറ്റ് ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റാന്നുള്ളൊരു ചടങ്ങാണ് അടുത്തത് കേട്ടോ. കാരണം നമ്മൾ ആദ്യം കൊണ്ടുവന്ന പാടെ തന്നെ നമ്മൾ പുറത്തിറക്കി വയ്ക്കാന്നല്ലാതെ നമ്മൾ പാല് കാച്ചൽ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതേമാതിരി ഗണപതി ഹോമം ഗൃഹപ്രവേശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ സാധനവും അകത്തേക്ക് കയറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ സോഫ കൊണ്ടുവന്ന് ആ റൂമിൽ സെറ്റാക്കി വെച്ചിട്ടാണ്. കുട്ടികളൊക്കെ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരാരും നല്ല സെറ്റാക്കി വെച്ചിട്ട് സൂപ്പറായി കേട്ടോ. അങ്ങനെ നമ്മളോട് പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കുമോ ചോദിച്ചാൽ ആയിക്കോട്ടെ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തതാണ് അവരെ കേട്ടോ. നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രിഡ്ജ്
ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു അരയിൽ വെച്ച് കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ട ഫ്രിഡ്ജ്. കിച്ചണിൽ അതിനായിട്ടൊരു സ്പേസൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ സമയത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. കെലിമിനേറ്റർ ടൈപ്പ് ഫ്രിഡ്ജ് കേട്ടോ. നല്ല നീള ഡബിൾ ഡോർ ടൈപ്പാണ് നീളമുള്ളത്. ഇതിപ്പോൾ കുടിരിക്കലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനങ്ങളൊക്കെ സെറ്റാണല്ലോ. അങ്ങനെ അതൊരു അരുവിൽ വെച്ച് സെറ്റാക്കി കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്. കണക്ഷൻ കൊടുത്തപ്പോൾ തന്നെ വർക്കിംഗ് ഒക്കെ പക്കയാണ്. അതിനുള്ള കണക്ഷനൊക്കെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ പക്കയായിട്ട് സാധനം. ഇതാണ് നമ്മളെ ഗൃഹനാഥൻ. അങ്ങനെ എല്ലാവരും കൂടി നോക്കി സെറ്റായിട്ട് ഇരിക്കുകയാട്ടോ ഇവിടെ. അപ്പോൾ അതിലിടയ്ക്കാണ് ടേബിൾ കൊണ്ടുവന്നിട്ട് ഡൈനിങ് ഹാളിക്കുള്ള ടേബിൾ കുഞ്ഞുണ്ടാട്ടനും ഗിരീഷ്ടാട്ടനും കുഞ്ഞുണ്ടാട്ടനും എല്ലാവരും കൂടി കൊണ്ടുവന്ന് വിനേഷേട്ടനൊക്കെ കൂടിയായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച്. നല്ല വെയിറ്റുള്ള ഗ്ലാസ്സാണ്, നല്ല തിക്നെസ് കൂടിയ ഏതാണ്ട് ഒരു അത്യാവശ്യം കട്ടിയുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള സാധനം ഗ്ലാസ്സായിട്ടത്. ഗ്ലാസിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പ്രത്യേകമായിട്ട് ഒരു മറ്റേ ഇതുണ്ടല്ലോ തെർമോക്കോളിൻ്റെ ബോൾസ് സ്റ്റോണ് ഇതൊക്കെ വെച്ചിട്ടില്ല. ഇതാണ് നമ്മൾ സിറ്റ് ഔട്ടിൽ വരുന്ന ഷോക്കേസ് കേട്ടോ. ഷോക്കേസിൽ രാമായണം എല്ലാ സാധനമുണ്ട്. വല്യമ്മ ഒരിക്കൽ വാങ്ങിയ രാമായണമാണ് കുറേ മുന്നേ. പിന്നെ ടി വി, ഏട്ടൻ്റെ വീട്ടിലേക്കുള്ള ടി വി ഏട്ടൻ്റെ അനിയനായിട്ട് കൊടുത്തത്. നല്ല സുധീഷാണ്, പിന്നെ കുഞ്ഞുട്ടിയാണ്. അതുപോലെ ഇവരിപ്പോൾ ഈ കുടിരിക്കലുള്ള ആളും പിന്നെ ഈ ഇരിക്കുന്ന ആൾ, സോഫയിൽ ഇരിക്കുന്ന റെഡ് ഷർട്ട് ഇട്ട ആളും ട്വിൻസാണ് രണ്ടാളും. അറിഞ്ഞോട്ടെ ഏതായാലും എല്ലാവർക്കും ഒരാക്കിയിട്ടില്ല, എല്ലാവർക്കും ഉണ്ട്. കാരണം കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പ്രസാദം ഗണപതിത്തിൻ്റെ. നമുക്കെല്ലാവർക്കും കിട്ടി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇനി ചായൻ്റെ പരിപാടി കേട്ടോ. ചായൻ്റെ ആണെങ്കിൽ മറ്റേ ആൾ അമ്മൂത വരുന്ന പ്ലേറ്റേറ്റ് കഴിക്കാച്ചിട്ടായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ചായ കിച്ചണിൽ നല്ല ചായ ചൂടോടുകൂടി ചായ റെഡി ആയിക്കൊണ്ടിരിക്കുക. ചായ വേണം, പിന്നെ ചൂടുവെള്ളം വേണം, പിന്നെ കോഫി വേണം, മധുരമില്ലാത്ത ചായ വേണം, മധുരമില്ലാത്ത കട്ടൻ വേണം. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏതൊരു പരിപാടിക്കായാലും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആദ്യം മോന് ചായ കൊടുക്കാച്ചിട്ട് ഞാൻ എന്തെങ്കിലും പൊറോട്ട പിച്ചിക്കേണ്ട കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് പൊറോട്ട അവൻ തിന്നാതായിട്ട് ഞാൻ തന്നെ തിന്നുണ്ട്. അങ്ങനെ ഞാനൊരു പൊറോട്ടയും കൂടിയിട്ട് 2 പൊറോട്ട ഞാനും ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അമ്മ പൊറോട്ട കമ്മി വന്നപ്പോൾ അവിടെ നിന്ന് അകത്തുണ്ടെങ്കിൽ പൊറോട്ട എടുത്ത് കൊണ്ടു തന്നു. അത് ഞാൻ കൊടുത്ത്. ഇത് പോണത് നമ്മളെ സ്വന്തം അപ്പാപ്പയായിട്ട്, ഞങ്ങളുടെ പാറപ്പുറത്തിൻ്റെ സ്വന്തം അപ്പാപ്പയാണ് ഇപ്പോൾ പോയത്. കാരണം നമ്മൾ അച്ഛൻ്റെ ബാല്യകാലം മുതലുള്ള കൂട്ടുകാരാണ് ഇവർ. അപ്പാപ്പ തൊട്ടടുത്തുള്ള വീട്ടുകാരായിരുന്നു കേട്ടോ. കാരണം എപ്പോഴെങ്കിലൊക്കെ കാണുള്ള ആൾക്ക് ഇതേമാതിരി വയ്യാതൊക്കെ ആയിരുന്നു, പെട്ടെന്ന് വയ്യാതായിരുന്നു. മറ്റേത് ഇപ്പോൾ മെഷീനൊക്കെ ഉണ്ട് ഉള്ളിൽ. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആൾ ജീവിച്ചു പോകുന്നത്. പാവണം, നമ്മൾ എന്താ ചെയ്യുക, ഒരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കട്ടെ. ഇതാകുമ്പോൾ നമ്മളെ ഗൃഹനാഥനാണ് ഈ നിൽക്കേണ്ടത്. ഗൃഹനാഥന് വീടിൻ്റെ ടോപ്പിലൊക്കെ നല്ല ലൈറ്റ് സെറ്റപ്പായിട്ട് നമ്മൾ ചാനൽ കയറിയാണ്ട് സെറ്റപ്പായിട്ട് ഇരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ ചെന്നപ്പോഴാണ് ചോറിന് അരി വെച്ച് ഇത് കണ്ടത് കേട്ടോ. കലം വെച്ച് കണ്ട് നല്ല ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതൊക്കെ വറുക്കാൻ രസമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ പരിപാടികളും അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൽ. നിങ്ങൾ പാട്ടാണ് ഇന്ന് ലോട്ടറി പാട്ടൊന്നും പാടില്ല. ഇയാൾ ഇന്നലത്തെ പപ്പടക്കാരനാണ് കേട്ടോ. നിങ്ങൾ ഇന്നലെ തന്നെ ലോട്ടറി അടിച്ചിക്കണ? ഇന്നലെ ആർക്ക്? നമ്മൾ ചോറിൻ്റെ സമയമായിട്ടോ എല്ലാവരും കൂടി ചോറിനുള്ള സെറ്റപ്പിൽ ഇരിക്കുന്നുണ്ട്. അളിയന്മാരും വെല്ലച്ചന്മാരും ഒക്കെ ഇരുന്നിട്ട് എല്ലാവരും ഇരുന്നിട്ടാണ്. കാരണം നമ്മളെത്തി, നമ്മൾ ഇനി സപ്ലൈ ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഇട്ട് അങ്ങനെ ഭക്ഷണം തുടങ്ങിയിട്ട് ഒരു ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, പുറത്തുനിന്ന് കൊണ്ടുവന്നില്ല. ഇത് രസമാട്ടോ, ഗിരീഷയുടെ രസം കുടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലെങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഭക്ഷണം സെറ്റാക്കിയിട്ട് നമ്മൾ വീട്ടിലത്തെ ഭക്ഷണം തന്നെ ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ കുട്ടനും കൂടെ ഇരുന്നത്, നമ്മളെ ഉണ്ണിയുണ്ട്, അനയുണ്ട്, ആദ്യമോൻ്റെ കൂട്ടുകാരുണ്ട് എന്നിട്ട് അവിടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ ഏതാണ്ടൊക്കെ ഒരുവിധം ആളുകളൊക്കെ വന്നു പോയിട്ട്, നേരത്തെ ഒരാളവരൊക്കെ വന്നു പോയി, പിന്നെ വൈകി ഒരാളവരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഒരുവിധ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടാണ്. ഇനി കൂടുതൽ ആളുകളൊന്നുമില്ല കേട്ടോ. ഇനി അവിടെ അടുത്തുള്ള കുടുംബക്കാരും ഏട്ടന്മാരും കാരണന്മാരും തന്നെ ഉള്ളൂ കേട്ടോ. പുറത്തെ ആളുകളൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏട്ടനായിട്ട് വലിയച്ഛൻ്റെ മോനാണ് ഉമേഷ്. അപ്പോൾ ആശാൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഫോണുള്ളത്. അപ്പോൾ ഏട്ടൻ്റെ അമ്മയും പിന്നെ ഏട്ടത്തിയമ്മയും ഒക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കേണ്ടത് കേട്ടോ. ഇപ്പുറത്ത് പിന്നെ എല്ലാവരും ഉണ്ട്, ഏട്ടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല ധാനിയനാണ്. പിന്നെ അവിടെ ശശി നമ്മുടെ കൂട്ടുകാരനാണ്. ഒരുവിധ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സമയം ഏതാണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കഴിഞ്ഞിരുന്ന് ഒരുവിധ ആളുകളൊക്കെ നീച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വരാനെന്ന് പറയാൻ 2 ആളുകളല്ല, ഇനി ഒരാൾ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല. ഇനി നമ്മുടെ ഒരു കൂട്ടുകാരൻ സന്തോഷേട്ടനുണ്ട്, പിന്നെ അതേമാതിരി വേറെ ഒരാളും കൂടി ഉണ്ട് വന്ന് കഴിക്കാൻ. വേറെ ഒരാരും ഇല്ല കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്ന് നീച്ച് കഴിഞ്ഞ് കുട്ടികളും വലിയവരൊക്കെ ഒരുവിധ ആളുകളൊക്കെ ഇരുന്ന് കഴിച്ചിട്ടാണ്. അങ്ങനെ ആദ്യമോൻ അവിടെ നടന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമോ മൊത്തത്തിൽ അവിടെ അലഞ്ഞ് നടക്കുന്നുണ്ട് കൂട്ടുകാരൊപ്പട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. നമ്മൾ അങ്ങനെ ഒരുവിധ ആൾ അങ്ങനെ അവസാനമായിട്ടുള്ള ആൾ സന്തോഷേട്ടനും ബിജിനും വന്നിട്ടാണ്.
ചേച്ചിയുടെ മോനാണ്. അങ്ങനെ അവരും കൂടി വന്നതോടുകൂടി പിന്നെ ഭക്ഷണം എല്ലാവരും കഴിച്ചു എന്നുള്ളത് ഉറപ്പായി. അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ ഹൗസ് വാമിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.